തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കുവാനും തീരുമാനം. ബിൽ ഇന്ന് തന്നെ പാസാക്കുന്നതിനാണ് കേന്ദ്ര നീക്കം. ലോക്സഭയിൽ ചർച്ച നടന്നേക്കും. കേന്ദ്ര നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. സായ് കുമാറുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സായി. പ്രതിഷേധം ശക്തമാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധം എത്രത്തോളമാണെന്നുള്ളത്. ഇനിയും ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. പക്ഷെ അപ്പോഴും ഈ നീക്കവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. ആ എതിർപ്പുകൾക്കിടയിലും നമുക്കറിയാം, സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ ആക്കുന്ന ഒരു ബില്ല് കൂടിയാണ്, ഈ ഒരു പദ്ധതി കൂടിയാണ് ഇത്. അപ്പോൾ ഇനി പ്രതിഷേധം ഏത് രീതിയിൽ കാണാം? തീർച്ചയായും ശ്രുതി, ഇന്നലെ കണ്ടതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് തൊഴിലുറപ്പ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജ്യ തലസ്ഥാനം അതിൻ്റെ ഒരു പ്രധാന വേദിയായിരിക്കും. ഇന്നിപ്പോൾ പാർലമെന്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബിൽ പാസ്സാക്കിയെടുക്കാനുള്ള ഒരു നീക്കവുമായി കേന്ദ്രം മുന്നോട്ട് പോകുന്നുണ്ട്. മുഴുവൻ എംപിമാരോടും പാർലമെന്റിൽ എത്തണം എന്ന BJP നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇത് പാസ്സാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുക, ഒരു തരത്തിലും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും BJPയും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ എംപിമാരോടും ഇന്ന് എത്താൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അകാലിദൾ അടക്കമുള്ള പാർട്ടികൾ ശക്തമായിട്ടുള്ളൊരു വിയോജിപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കാരണം പഞ്ചാബിലടക്കം ഇത് നിരവധിയായിട്ടുള്ള തൊഴിലാളികളുടെ തൊഴിൽ എടുക്കുകയും സംസ്ഥാനം വലിയ രീതിയിൽ തന്നെ അത് പദ്ധതി എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്നത് ഗുണകരമാകില്ല എന്നുള്ള നിലപാട് അകാലിദൾ രേഖാമൂലം തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളാകട്ടെ അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് രൂപം നൽകുന്നത്. കോൺഗ്രസും മുഴുവൻ എംപിമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ന് 10:30 എംപിമാരുടെ ഒരു യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിഷേധ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് മാധ്യമങ്ങളെയും കണ്ടേക്കും. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതോടൊപ്പം സംസ്ഥാന തലസ്ഥാനങ്ങളിലടക്കം കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകും. കേരളവും വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകും. ഇവിടെ പ്രതിപക്ഷവുമായി കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രക്ഷോഭം നടത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനായുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിനും ഇടതുപക്ഷം നേതൃത്വം നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിനായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഈ ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രുതി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. തീർച്ചയായിട്ടും. എന്തായാലും സായി പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സായ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.